Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു കിഡിലൻ ഡിഷ് ഉണ്ടാക്കാം. മട്ടനും ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണ്. മട്ടൻ കടായി. മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 600 ഗ്രാം മട്ടനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ്. ഇതിങ്ങനെ റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത്യാവശ്യം വലിയൊരു സവാള ഇത് കട്ട് ചെയ്തെടുക്കണം. ഉപ്പാവശ്യത്തിന്. ആദ്യം മട്ടൻ വേവിച്ചെടുക്കണം. മട്ടൻ കുക്കറിലിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ തക്കാളിയും സവാളയും ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. 80% മാത്രം വേവിച്ചെടുത്താൽ മതി. ബാക്കി ഇതൊക്കെ മസാലയിൽ കിടന്നിട്ട് വെന്ത് കിട്ടും. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ഇറച്ചിൻ്റെ വേവ് വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 80% ഇത് വേവിച്ചെടുക്കണം. ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം കളയരുത്, അത് പിന്നെ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇറച്ചി വെന്ത് റെഡിയാണ്. അതോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തൈരാണ്. 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല ബീറ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഗരം മസാലകളിൽ 1 കറുത്ത ഏലക്ക, 1 കറുവയില, 2 കഷ്ണം പട്ട, 5 പച്ച ഏലക്ക, 5 ഗ്രാമ്പൂ, 5-8 കുരുമുളക്, കസൂരി മെത്തി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുക്കണം. ഇത് ആദ്യം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് പൗഡർ ആക്കണ ആവശ്യമില്ല. അതുപോലെ തന്നെ പച്ചമല്ലിയും ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക, എന്നിട്ട് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ചുവന്ന മുളക് ക്രഷ് ചെയ്തെടുക്കണം. ചുവന്ന മുളകും മല്ലിയും 1/2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഗാർണിഷ് ചെയ്യാനായിട്ട് പച്ചമുളകും ഇഞ്ചിയും മല്ലിയില ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ആവശ്യം അനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ. വെളുത്തുള്ളി ഇഞ്ചി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗരം മസാലയും കസൂരി മേഥിയും ഒഴിച്ച് ബാക്കി എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാം. പിന്നെ തൈരും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം തീയിൽ തന്നെയാണ് ഇതെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മട്ടൻ വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ച് കൊടുത്താൽ മതി, ഫുൾ ഒഴിക്കണ ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം ഇതിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇറച്ചിൻ്റെ വേവാണ്. അതൊരു 80% മാത്രമേ ഉള്ളൂ വേവിച്ചെടുക്കേണ്ടത്. ബാക്കിയൊക്കെ ഇത് മസാലയിൽ കടന്ന് വേവണം. അല്ലെങ്കിൽ ഇറച്ചി ഓവർ കുക്കായി പോയാൽ ഇതിൽ ഉടഞ്ഞു പോവും. തൈരിലുള്ള വെള്ളമൊക്കെ വറ്റണ വരെ ഇത് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. 5 മിനിറ്റിന് ശേഷം തൈരിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. മസാല ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കളറും അടിപൊളിയായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി 2-3 മിനിറ്റും ഇങ്ങനെ ഒന്നും കൂടിയും വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വരണം. ടോട്ടൽ ഒരു 5-10 മിനിറ്റ് നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനി 2-3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള മട്ടൻ വേവിച്ച വെള്ളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റോളം
വേവിച്ചെടുക്കണം. തീ നന്നായിട്ട് ദമ്മിന് വെക്കണ പോലെ ലോ ആക്കണം. എന്നിട്ട് മട്ടനൊക്കെ വേവണ വരെ ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഗരം മസാലയും കസൂരി മേത്തി ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇത് വഴറ്റിയെടുക്കണം, മീഡിയം ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി വെക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു കിടിലൻ മട്ടൻ കടായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നെയ്ച്ചോറ്, പൊറോട്ട, നാൻ ഇതിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം, എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.